അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ അതാ അറബി ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി ഷെഫി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അന്ന് ഡ്രൈവിങ്ങിന് പോകുവാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അറബി അങ്ങോട്ട് ചെല്ലുന്നു. യാ ഷഫീഖ്, യാ ഷഫീഖ്. അദ്ദേഹം വാതിലിൽ മുട്ടുന്നു. തൻ്റെ യജമാനൻ്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത് എന്നറിഞ്ഞ അദ്ദേഹം പെട്ടെന്ന് ആ അർബ, എന്തു പറ്റി എന്നുള്ള രീതിയിൽ ബേജാറായി അവൻ വാതിൽ തുറക്കുന്നു. യാ ഷഫീഖ്, റിലാക്സ്. അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് അതാ അറബി ആശ്വസിപ്പിക്കുന്നു. ശരിക്കും പേടിച്ച പോലെയുണ്ട്. സാധാരണ രീതിയിൽ അറബി നേരിട്ട് വന്ന് വിളിക്കാറില്ല. അത് മറ്റാരെങ്കിലും അല്ലെങ്കിൽ സുലേഖ അവരാരെങ്കിലുമാണ് വന്ന് വിളിക്കാറുള്ളത്. ഇതിപ്പോൾ അറബി തന്നെ നേരിട്ട് തന്നെ വിളിക്കുന്നു. അതാണ് ഷഫീഖിന് ശരിക്കും അത്ഭുതമായത്. അർബ, അങ്ങ് എന്തിനാ എന്നെ വിളിപ്പിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഷഫീഖ് ഇരിക്കൂ. അവിടെയുള്ള ആ ഒരു ചെയറിൽ ഷഫീഖിനെ ഇരുത്തുന്നു. തൊട്ടടുത്ത് അറബിയും. ഷഫീഖ്, പിന്നെ നിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ നടക്കുന്നു? അൽഹംദുലില്ലാ, കുഴപ്പമില്ല. 3 കുട്ടികളാണ് ഇപ്പോൾ എനിക്കുള്ളത്. അത് ഇവിടെ ഈ ഭാഗത്ത് ഉള്ളവർ മലയാളികളായവരുണ്ട്. അങ്ങനെയാണ് ഉള്ളത്. ഇനിയും കിട്ടുമോ? ഇനിയും കിട്ടുവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഒന്നും കൂടെയൊക്കെ നമ്മൾ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ ആളുകൾ എന്തൊക്കെ തന്നെ. അതല്ല, എനിക്കൊരു സംശയം. എന്താ? അതല്ലേ ചെറിയ കുട്ടികളെ, അതായത് 10ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന കുട്ടികളെ മാത്രമാണോ താങ്കൾ പഠിപ്പിക്കുന്നത്? ഇതുവരെ അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിന് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഖുർആൻ, മദ്രസ വിഷയങ്ങൾ, ഇസ്ലാമിക് സ്റ്റഡീസ്, അതൊക്കെ ഞാൻ ഏത് പ്രായക്കാരെ ഏത് കുട്ടികളെ ഞാൻ പഠിപ്പിക്കും. പിന്നെ അവിടെ +2 ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഞാൻ പഠിപ്പിച്ചിരുന്നു. ഓഹോ, അപ്പോൾ ക്ലാസ് എടുക്കാൻ മിടുക്കനാണെന്നർത്ഥം. അങ്ങനെയൊന്നുമില്ല അർബ. അല്ല, താങ്കളുടെ ആ ഒരു മനോഹരമായ ഖുർആൻ പാരായണം ഞാൻ കേൾക്കാനിടയായി. എനിക്ക് വളരെയധികം സന്തോഷമായി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാഷാ അല്ലാ. എന്ത് തോന്നുന്നു ഷഫീഖ്? മലയാളിയായ താങ്കൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് എൻ്റെ മനസ്സിലേക്ക് വല്ലാതങ്ങ് പതിഞ്ഞുപോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ക്ലാസ്, അതായത് ഞാൻ പറയാം, ക്ലാസ്സോ? അറബിയായ നിങ്ങൾക്കോ? അതും മലയാളിയായ ഞാൻ? അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അറബ, നിങ്ങളൊക്കെ അറബ് നാട്ടിൽ ജീവിച്ച് വളർന്ന നിങ്ങളൊക്കെ എന്നെക്കാളും എത്രയോ അറിവുള്ളവരായിരിക്കും. ഞാൻ മലയാളിയായ ഞാൻ കുറച്ച് ദർസ് മാത്രം ഓതി പഠിച്ച് തൻ്റെ ജോലിയിലേക്ക് കടന്ന ഞാൻ ഒരിക്കലും അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. ഷഫീഖ്, നീ വിഷമിക്കണ്ട. ക്ലാസ് എടുക്കേണ്ടത് എനിക്ക് മാത്രമല്ല. പിന്നെ ഒരു നിമിഷം അവർ അത്ഭുതപ്പെടുന്നു. പിന്നെ ആർക്കാണ്? അത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ക്ലാസ് എടുക്കേണ്ടത്. ഒരു നിമിഷം അറബി അത്ഭുതപ്പെട്ടു പോയി. യാ അല്ലാ, അങ്ങയുടെ ബേബിക്ക് ഞാൻ ക്ലാസ് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഉസ്താദിന് അത് വിശ്വസിക്കുവാൻ കഴിയാത്തതിലും അപ്പുറമായിരുന്നു. അത് ഷഫീഖ്, എന്താ താങ്കൾക്ക് സമ്മതമാണോ? അത് അർബ, നിങ്ങളോട് എനിക്ക് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയുന്നില്ല. എനിക്ക് അത് പറയാൻ പ്രയാസമാണ്. അതായത് ഞാൻ എന്തൊക്കെ തന്നെയാലും പഠനം എന്ന് പറയുമ്പോൾ ഏറ്റവും കുട്ടികളുടെ മുമ്പിൽ വെച്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് അലൗഡ് അല്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ ഓൺലൈനായിട്ട് ചെയ്യാം. എനിക്ക് അങ്ങയുടെ ഒരു അപേക്ഷയുണ്ട്. എന്താ ഷഫീഖ്? നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാം. അത് ഞാൻ വൈഫിനെ ഓൺലൈനായിട്ട് എടുത്തോട്ടെ ക്ലാസ്, അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിലിരുന്നു കൊണ്ട്? ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അറബിക്ക് സന്തോഷമാണ് വന്നത്. മാഷാ അല്ലാ, ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ പരിശുദ്ധനാണ് ഈ ഒരു വ്യക്തി. ഷഫീഖ്, അങ്ങയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു മറക്ക് പിന്നിൽ വെച്ചുകൊണ്ട് ഞാൻ താങ്കളുടെ ഇഷ്ടപ്രകാരം ഞാൻ ഇങ്ങനെ ചെയ്തു തരാം.
ഷെഫി ഉസ്താദ് അങ്ങനെയാണ് സമ്മതിച്ചത്. നേരെ അതാ ബീവിയുടെ അടുക്കൽ ചെന്നു. സൊഫി, യാ സൊഫി. ആ അർബ, പറയൂ ബാബ. എന്തായി? നിന്റെ ആഗ്രഹം സാധിക്കും, പക്ഷെ ഒരിക്കലും നിന്റെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട് ക്ലാസ് എടുക്കാൻ ഉസ്താദിന് കഴിയില്ല. അതിന് അവർ തയ്യാറല്ല. പിന്നെ ഇങ്ങനെ? എനിക്ക് അത്യധികം ആഗ്രഹം ഉണ്ടായത് കൊണ്ടല്ലേ. എനിക്ക് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞത് ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട്, കുട്ടികൾക്കൊക്കെ ഓൺലൈനായിട്ടാണല്ലോ, അങ്ങനെ വേണ്ട, ഒരു മറയിൽ, അതായത് ഡയറക്റ്റ് സ്വരം കേൾക്കുകയും ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ എങ്കിൽ കാണുകയുമില്ല. അങ്ങനെയുള്ള കാര്യം ഞാൻ സെറ്റപ്പാക്കി തരാം നിനക്ക്. നീ പഠിച്ചോ നിന്റെ ഇഷ്ടം പോലെ. നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറയണം. അതെല്ലാം എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും. അതുറപ്പാണ് ഇൻഷാ അല്ലാഹ്. ശരിക്കും സഫിയക്ക് അഭിമാനം തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കാണ് കൂടുതൽ സഫിയക്ക് സന്തോഷം നൽകിയത്. യാ ബാബ, അദ്ദേഹത്തിനെ കുറിച്ച് ഏറെക്കുറെ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. അതായത് എന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് മുന്നിലിരുത്തി ക്ലാസ്സിൽ എടുക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു മറയുടെ ആവശ്യവും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അല്ലേ ബാബ? അല്ല സഫിയ, നീ ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കാൻ പറഞ്ഞത്? അതെ, തീർച്ചയായും. അങ്ങനെ അതാ ഉസ്താദ് ആ ദിവസം മുതൽ അറബിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. പ്രത്യേകമായി ഉണ്ടാക്കിയ ആ മജ്ലിസിൽ ഉസ്താദിനെ അതാ സ്വീകരിച്ചിരുത്തുന്നു. ആദ്യമേ അറബി പറയുന്നു, നിനക്കിതിനെ പ്രതിഫലാർഹമായി എന്തും ചോദിക്കാം. എന്താഗ്രഹമുണ്ടെങ്കിലും നീ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് നിറവേറ്റിത്തരാൻ ഞാൻ തയ്യാറാണ്. ആ ഒരു ഉസ്താദിനോടുള്ള ചോദ്യം ഉസ്താദ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പറയുന്നു, അർബ, അത് ഒന്നും വേണ്ട. എനിക്ക് ഈ ഉള്ളവനെ ചെറിയ രീതിയിലൊന്നും ഇവിടെ ഞങ്ങൾ ജീവിച്ച് പോയാൽ മതി. അതല്ല ഷഫീഖ്, നിനക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ചോദിക്കാം. പക്ഷേ ഉസ്താദ് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. അല്ലെങ്കിലും എന്ത് ചോദിക്കാനാണ്? ഇവിടെ ദുനിയാവിൽ കുറച്ചു കാലത്തെ ജീവിതം, അതിൽ അത്യാവശ്യമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അധ്വാനിച്ച് കിട്ടുന്ന ക്യാഷ് കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുക, അതേ ഉള്ളൂ. അല്ലാതെ തനിക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു മജ്ലിസ് റൂം കണ്ട് ശരിക്കും അതാ ഉസ്താദ് ഞെട്ടിപ്പോകുന്നു. യാ അല്ലാ, ഞാൻ ഇതുവരെയായിട്ട് ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇരുന്നിട്ടേ ഇല്ല. റബ്ബേ, എന്തൊക്കെയാണ് കാണുന്നത്? അത്രക്കും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതുവരെ അറബി വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. വളരെയധികം വിശിഷ്ടമായ അതിഥികൾ വന്നാൽ മാത്രം ഇരിക്കുന്ന ഒരു ഇരിപ്പിടമാണ് ഷെഫി ഉസ്താദിന് വേണ്ടി സമ്മാനിച്ചത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഖുർആനാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് സ്ഥാനം അറബി അവിടെ നൽകുകയായിരുന്നു. തൊട്ടപ്പുറത്തായിട്ടുള്ള റൂമിലേക്ക് അതാ അവിടെ നിന്ന് ഒരു വിൻഡോ ഉണ്ട്, ശരിക്കും പുറത്തേക്ക് കാണാത്ത രീതിയിലുള്ള. അതൊക്കെ പ്രത്യേകം സെറ്റപ്പാക്കിയാണെന്ന് തോന്നുന്നു. ഉസ്താദിനോട് അതാ അറബി പറയുന്നു, അത് നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച് നോക്കൂ, തീർച്ചയായും അതെൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നതാണ്. ഉസ്താദ് അതാ ക്ലാസ് എടുക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ആദ്യം സലാം പറഞ്ഞുകൊണ്ട് പിന്നീട് മനോഹരമായ രീതിയിൽ ആ ഖുർആൻ പാരായണം ആദ്യം തന്നെ ഫാത്തിഹയിൽ നിന്ന് അങ്ങ് തുടങ്ങുകയാണ്. അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതി തുടങ്ങുമ്പോൾ ശരിക്കും അറബി വരെ അതിൽ മുഴുകിപ്പോയി. മാഷാ അല്ലാഹ്, പടച്ചോനെ, എന്താണിത്? അല്ലാഹ്, അൽഹംദുലില്ലാ, റഹ്മാനെ, ഹോ, എത്രമാത്രം സുഖകരമായ ആ ഒരു ഈരടി. അത് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ എന്തൊക്കെ ഇറങ്ങിപ്പോകുന്ന പോലെ. മാഷാ അല്ലാഹ്, അവരുടെ ആ ഒരു ശബ്ദം, ആ ഒരു ശൈലി, റഹ്മാനെ, എൻ്റെ ഭാര്യ കരഞ്ഞു പോയിട്ടുണ്ടാവും, അതുറപ്പാണ്. അവൾക്ക് എങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അറിയാതെ ഹൃദയം പൊട്ടി കരഞ്ഞു പോകും. അത്രക്കും മനോഹരമായ രീതിയിലായിരുന്നു ഉസ്താദ് അത് ഓതിക്കൊടുത്തത് ആദ്യം തന്നെ. പിന്നീട് ഓരോ വാക്കുകളായിട്ട്, അക്ഷരങ്ങളായിട്ട് അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങുന്നു. ഓരോ വാക്കുകൾ ഉച്ചരിക്കുന്നതിനെക്കുറിച്ചും കൃത്യമായും വ്യക്തമായും അതാ പറഞ്ഞു കൊടുക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം ക്ലാസ് അറബി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഷഫീഖ്, മതിയായെങ്കിൽ കുഴങ്ങിയെങ്കിൽ നിർത്താൻ കേട്ടോ. ദാ നിങ്ങളടുത്ത് കൊണ്ടുവച്ച ഈ ഒരു
ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, നിങ്ങൾ അതൊന്നും എടുത്തില്ല. അറബ കുഴങ്ങിയിട്ടില്ല, ഖുർആനല്ലേ ഓതുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു എനർജി കിട്ടും ഓട്ടോമാറ്റിക്കലി. അല്ല ഇത് മതിയോ? അരമണിക്കൂർ കൂടി ക്ലാസ് എടുത്താൽ അല്പമെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാകും. അല്ല ഉസ്താദെ, നിങ്ങൾക്ക് അത് മടുത്തു പോയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ, കുഴങ്ങിയെങ്കിൽ നിങ്ങൾക്കത് നിർത്താം. അതേ ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 25 മിനിറ്റ് കൂടെ ക്ലാസ് എടുക്കട്ടെ. എന്തായാലും ആ ഒരു ഫാത്തിഹയുടെ വിവരണങ്ങളെ അതൊന്ന് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഓരോ വാക്കുകളും വളരെയധികം വ്യക്തമായും കൃത്യമായും പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞ സഫിയ ബീവി സന്തോഷത്താൽ പുളകിതയാവുകയാണ്. അല്ലാഹ്, എത്രമാത്രം മനോഹരമാണ് ഈ ഖുർആന്. പടച്ചോനെ, അതിങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രാർത്ഥനയാണ് ഫാത്തിഹ. അത് വളരെയധികം ഭംഗിയോടും വൃത്തിയോടും കൂടി ചെയ്യുമ്പോൾ അതിന് വല്ലാത്തൊരു മുഹബത്ത് അതിനോട് തോന്നിത്തുടങ്ങുകയാണ്. അല്ലാ റഹ്മാനെ, ഈ കുട്ടിക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ, ആമീൻ. സഫിയ ബീവി അതാ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദുആ ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂർ ക്ലാസ്സിന് ശേഷം അറബി അങ്ങോട്ട് വരുന്നു. യാ ഷഫീഖ്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. അറബി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. യാ ഹബീബി, അങ്ങേ അള്ളാഹു എനിക്ക് വേണ്ടിയിട്ട് ഇറക്കി തന്നതാണ്. എനിക്ക് എങ്ങനെ ഇതിന് നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. എത്രയോ ജോലിക്കാർ വന്നു പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഖുർആൻ പാരായണം, നിങ്ങളുടെ ഖുർആൻ പാരായണം അതിൻ്റെ മനസ്സിൽ വല്ലാതെ പിടിച്ചു കുലുക്കി. അറബി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. ക്ലാസ് കഴിഞ്ഞ് അതാ ഉസ്താദിന് വേണ്ടി ഒരുക്കിയ ഭക്ഷണ തളിക അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അറബി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. സാധാരണയായിട്ട് ഞാൻ ആരുടെയും കൂടെ ഇരിക്കാറില്ല, പക്ഷേ എനിക്ക് അങ്ങയുടെ ഒരു ഖുർആൻ പാരായണം കേട്ടപ്പോൾ എനിക്കത് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എൻ്റെ ഹൃദയം തുടിക്കുകയാണ് അതിനുവേണ്ടി. എല്ലാ കാര്യങ്ങളും അതാ അറബി കേട്ടിരുന്നു. ഓരോ ക്ലാസ്സിൽ ഓരോന്ന് പഠിപ്പിക്കുമ്പോഴും അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിരുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരാളാണ് ഷഫീഖ് ഉസ്താദ് എന്ന് അതാ അറബിക്ക് ബോധ്യമാകുന്നു. എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. സാധാരണ രീതിയിലുള്ളൊരു മനുഷ്യനൊരിക്കലും ഇത്രയധികം മനോഹരമായിട്ട് ഇത് ഓതുവാനും അതിനെക്കുറിച്ച് എല്ലാം അവതരിപ്പിക്കുവാനും കഴിയില്ല. റബ്ബേ, നീയായിട്ടാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ ഇത്രയും ബർക്കത്തുള്ള ഒരാളെ ഇറക്കി തന്നത്. അൽഹംദുലില്ലാ. അദ്ദേഹത്തിന് മുമ്പിലേക്ക് നീട്ടിയ ആ ഒരു ഭക്ഷണ തളികയിൽ നിന്ന് അദ്ദേഹം അല്പം ഭക്ഷിക്കുന്നു. അറബിയുടെ ആ ഒരു തളികയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. ഷഫീഖ്, കഴിക്കൂ. മതി, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അത്രയധികം രുചികരമായ, പ്രത്യേകിച്ച് അറബികളുടെ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം ഉണ്ടാക്കാറുള്ള ഒരു സ്പെഷ്യൽ ഫുഡാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത്. ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട വളരെയധികം ടേസ്റ്റിയായ ആടിൻ്റെ നെയ്യൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഹണിയൊക്കെ ഒഴിച്ച് അത്രയ്ക്ക് രുചികരമായി തയ്യാറാക്കിയ ഒരു ഭക്ഷണം അത് ഷെഫി ഉസ്താദ് ആദ്യമായിട്ടായിരുന്നു ഭക്ഷിച്ചത്. അൽഹംദുലില്ലാ. അല്ലാഹ്, എൻ്റെ ഉമ്മാക്ക് ഇതിൽ നിന്നൽപ്പം കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുവരെ ഷെഫി ഉസ്താദ് ആ നിമിഷം ചിന്തിച്ചു പോയി. അറബി വീണ്ടും അവരോട് ഭക്ഷണം കഴിക്കാൻ നിയന്ത്രിച്ച് പറഞ്ഞപ്പോൾ അത് മതി, അൽഹംദുലില്ലാ, വയറ് നിറഞ്ഞു. ഷെഫീഖ്, ഇനി അല്പം പോയി വിശ്രമിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അല്ല, ടെസ്റ്റിൻ്റെ കാര്യം എന്തായി? മറ്റന്നാളെ. ആഹാ, അള്ളാഹു വിജയം നൽകട്ടെ, ആമീൻ. ശരിക്കും ഷെഫി ഉസ്താദിനെ ആ അറബി വീട്ടിലേക്ക് എത്തിയപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിട്ട് തോന്നി. നേരെ സഫിയ ബീവിയുടെ അരികിലേക്ക് അറബി അടുക്കുന്നു. സഫി, എന്താ കരയുന്നത്? ബാബാ, എനിക്ക് എന്താ മുഖമൊക്കെ വല്ലാണ്ട് ചുവന്ന് തൊടുത്തല്ലോ. എന്തു പറ്റി എൻ്റെ പെണ്ണിന്? ബാബാ, ഖുർആൻ പാരായണങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയധികം
ഓതുന്നത് മാത്രമല്ല അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. അതാണ് എനിക്ക് വല്ലാതെ, സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് വന്നത്. ഹേയ്, എന്താ സുഫിയ ഇങ്ങനെയൊക്കെ? അൽഹംദുലില്ലാ എന്ന് പറയാം. നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു മകനെ പോലെ നമുക്കെന്താ ഇവനെ കണ്ടൂടെ? ഇൻഷാ അല്ലാ തീർച്ചയായും. പക്ഷേ നമ്മൾക്ക് കിട്ടില്ലല്ലോ അവനൊന്നും ഒരിക്കലും. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകായിരുന്നു ഉസ്താദിൻ്റെ ആ ക്ലാസ് ഞാൻ കേട്ടപ്പോൾ. ശരിക്കും അള്ളാഹുവിലേക്ക് കണ്ട് അടുത്ത പോലെ ഒന്നുകൂടെ തോന്നിപ്പോയി. ആ ഫാത്തിഹയുടെ ഓരോ വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് തോന്നിപ്പോയി. എൻ്റെ ബാബ, നീ കരയാതിരിക്കൂ. ഇൻഷാ അല്ലാ അവനിവിടെ ഉണ്ടല്ലോ. അതെ, ശ്രദ്ധിക്കണം കേട്ടോ. അവനെ ഇപ്പം അടുത്തൊന്നും പറഞ്ഞേക്കരുത്. നമുക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ്. ഷെഫി ഉസ്താദിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് അറബിയും അറബിച്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അറബിച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊന്നുമല്ല, ഒരു മറയുടെ പിന്നിൽ നിന്ന് ഞാൻ അറബിച്ചയ്ക്ക് ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് ഏറ്റവും പവർഫുള്ളായിട്ട് അവർക്ക് തോന്നിയത്. അപ്പോൾ തന്നെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു ആ ഉസ്താദിൻ്റെ ഒരു കരുതൽ, അവരുടെ ജീവിതത്തിലെ ഒരു സൂക്ഷ്മത. അല്ലാ, അൽഹംദുലില്ലാ, അറബി അതാ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, കൂടെ അറബി പെണ്ണും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.